പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ സിലബസിലെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന 7 മാർക്കിൻ്റെ ടോപ്പിക്കിലെ അടുത്ത ആ ഒരു ടോപ്പിക്കിൻ്റെ അകത്തുള്ള ഒരു നമ്മുടെ വന്യജീവി സങ്കേതങ്ങളാണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതം പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പേപ്പറും പേനയും കൊണ്ടിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം പഠിക്കരുത്. ചിലതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, അതുമാത്രം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അതാണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അടുത്ത, മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാണ്? നമ്മുടെ ആനയാണ്. അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ അവിടെ സംരക്ഷിക്കപ്പെടുന്ന ആരെയാണ്? നമ്മുടെ ആനയെയാണ് അവിടെ സംരക്ഷിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത്, മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല നമ്മൾ പറഞ്ഞു, ഏതാണ്? വയനാടാണ്. വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതം എവിടെയാണത്? വയനാടാണ്. ഓക്കെ. അടുത്ത്, വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സുൽത്താൻ ബത്തേരിയിലാണ്. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സുൽത്താൻ ബത്തേരിയാണ്. ബേഗൂർ വന്യജീവി സങ്കേതം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ ബേഗൂർ വന്യജീവി സങ്കേതം എന്നും അല്ലെങ്കിൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ വയനാട് വന്യജീവി സങ്കേതമാണ്. ഓക്കെ, വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന എന്നാണ്? 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതം എന്ന് വന്നു 1973 എന്ത് ചെയ്തു? വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. ഓക്കെ, അടുത്ത പോയിന്റ്, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? അതാണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ വയനാട് വന്യജീവി സങ്കേതമാണ്. അടുത്ത്, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ മാനന്തവാടിയിലും അതേപോലെ തന്നെ സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരെന്താണ്? ഗണപതി വട്ടം എന്നാണ്. അറിയാലോ, മൃഗ ആംബുലൻസ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ടോപ്പിക്കിലായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. അടുത്ത്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ വയനാട് വന്യജീവി സങ്കേതമാണ്. അടുത്ത്, കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണെന്ത്? നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം. ഇതൊക്കെ നമ്മുടെ നീലഗിരിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള PSC ഇതേപോലെയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുമായിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കർണാടകത്തിലെ നാഗർഹോള, അതേപോലെ തന്നെ ബന്ദിപ്പൂർ, അത് കഴിഞ്ഞ് എന്താണ്, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം. അടുത്ത്, വയനാട് വന്യജീവി സങ്കേതം പ്രൊജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്ന വർഷം 1992. അപ്പോൾ നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം
പ്രൊജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്ന വർഷമെന്നാണ് 1992. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് എലിഫൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊജക്റ്റ് ടൈഗർ, പ്രൊജക്റ്റ് എലിഫൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് കയറി കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുത്തങ്ങ വയനാട് വന്യജീവി സങ്കേതം പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ എന്താണ്? വയനാട് വന്യജീവി സങ്കേതം പ്രൊജക്റ്റ് എലിഫൻറ്റിന് കീഴിൽ വന്നത് 1992. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് അല്ലെങ്കിൽ വന്യജീവി സങ്കേതമാണ് ഇത്, നമ്മുടെ പറമ്പിക്കുളം. ഇന്ത്യയിലെ 38ാമത്തെ ടൈഗർ റിസർവാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവാണ് എന്ത്? നമ്മുടെ പറമ്പിക്കുളം. ഓക്കെ ആണല്ലോ. ആദ്യത്തെ ഏതാണ്? ആദ്യത്തെ നമ്മുടെ പെരിയാറാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ പറമ്പിക്കുളമാണ് നോക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവാണ് പറമ്പിക്കുളം. ഇന്ത്യയിൽ 38ാമത്തെ ടൈഗർ റിസർവാണ് പറമ്പിക്കുളം. ഓക്കെ, പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ച വർഷം 2010. ആരാണ്? ജയറാം രമേശാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 2010. ആരാണ്? ജയറാം രമേശാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ പാലക്കാടാണ്. അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? പാലക്കാടാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏത് ഗ്രാമപഞ്ചായത്താണ്? മുതലമട ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ മുതലമട ഗ്രാമപഞ്ചായത്താണ്. അടുത്ത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം. ഇത് നമ്മുടെ കേരള PSC പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച എവിടെയാണ്? തുണക്കടവാണ്. അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുണക്കടവാണ്. ഓക്കെ, കേരളത്തിലൂടെ ഔദ്യോഗിക പ്രവേശന കവാടം ഇല്ലാത്ത ഏക സംരക്ഷണ കേന്ദ്രമാണ് നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിലൂടെ ഒരു പ്രവേശന കവാടമില്ലാതെ, അപ്പോൾ ഏത് വഴിയായിരിക്കും? നമ്മുടെ തമിഴ്നാട്ടിൽ കൂടെ മാത്രം പ്രവേശന കവാടമുള്ള ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് നമ്മുടെ കേരളത്തിലെ പാലക്കാട് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിലൂടെ ഔദ്യോഗിക പ്രവേശന കവാടമില്ലാത്ത ഏക സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അടുത്ത് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പോൾ റെഡ് ഡേറ്റ ബുക്ക്, യെല്ലോ ഡേറ്റ ബുക്ക് ഇതൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന വഴിക്ക് പഠിക്കാം. ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളിപ്പോൾ പറയുന്ന കാര്യം എന്ത് ചെയ്യും? അത് ലാഗാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അടുത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. അടുത്ത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം. അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതാണ്? അത് നമ്മുടെ ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമാണ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മൾ പറമ്പിക്കുളം ദേശീയോദ്യാനത്തെക്കുറിച്ച് പറഞ്ഞ സിമ്പിളാണ് കാര്യങ്ങൾ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ചെന്തുരുണി. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് വലിയൊരു പട്ടികയിൽ ഞാൻ പറഞ്ഞു, അത് പിന്നെ പറയാമെന്ന്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് നമ്മുടെ ചെന്തുരുണി. അപ്പോൾ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് നമ്മുടെ ചെന്തുരുണി വന്യജീവി സങ്കേതം. അപ്പോൾ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. അപ്പോൾ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്?
കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ, കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതം. അപ്പോൾ എന്താണ് നെയ്യാർ വന്യജീവി സങ്കേതമെന്ന് നോക്കാം. വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് അതിനെന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മതി. ഓക്കെ, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. 1958 എന്ത് ചെയ്തത്, അത് നിലവിൽ വന്നത്. അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അടുത്ത് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. സ്റ്റീവ് ഇർവിനെയൊക്കെ അറിയാമല്ലോ, ഡിസ്കവറിയിലൊക്കെ മരിച്ചുപോയ ഒരാളാണ്. നമ്മുടെ തിരണ്ടിയുടെ കുത്തേറ്റ് മരിച്ച ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ് സ്റ്റീവ് ഇർവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരിക്കുന്നം ദ്വീപിലാണ്, നെയ്യാറിലാണ്. നെയ്യാറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ബോട്ടിൽ മരിക്കുന്നം ദ്വീപിലേക്ക് കൊണ്ടുപോകും. അവിടെ എന്തുണ്ട്, അവിടെ നമ്മുടെ ഈ ഒരു നമ്മുടെ ലയൺ സഫാരി പാർക്കുണ്ട്. ഇപ്പോൾ അവിടെ ലയൺ ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, കേരളത്തിലെ ഏക ലയൺ സഫാരി, നമ്മുടെ ഇടയ്ക്ക് ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു ലയൺ ചത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ട്. ഓക്കെ, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരിക്കുന്നം ദ്വീപിലാണ്. അവിടെയാണ് നമ്മുടെ നെയ്യാറിലാണ്. അടുത്ത് ഏതു പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് പാർക്കിൻ്റെ മാതൃകയിലാണ്? നെഹ്റു സുവോളജിക്കൽ പാർക്ക്, ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെഹ്റു സുവോളജിക്കൽ പാർക്ക്, ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത് നമ്മുടെ കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എവിടെയാണ്? നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം എവിടെയാണ് അവസാനിക്കുന്നത്? നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് നമ്മുടെ പശ്ചിമഘട്ടം അവസാനിക്കുന്നത്. നമുക്ക് പശ്ചിമഘട്ടത്തെക്കുറിച്ചൊക്കെ നമുക്കടുത്ത് പഠിക്കാനുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നെയ്യാറ്, പേപ്പാറ, ചെന്തുരുണി. അപ്പോൾ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നെയ്യാറ്, പേപ്പാറ, ചെന്തുരുണി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ഏതാണ്? നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ എന്ത് കാണപ്പെടുന്നു? നക്ഷത്ര ആമ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതം എന്നാണ്? 1984 നിലവിൽ വന്നത്. അടുത്ത് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അപ്പോൾ ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ ഇതൊക്കെ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതമെന്ന് പറയുന്നത്. നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ജിയോ കെലോൺ എലിഗാൻസ് എന്നാണ്. ജിയോ കെലോൺ എലഗാൻസ് എന്നാണ് നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം. അടുത്ത് ചാമ്പൽ മലയണ്ണാൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? റട്ടൂഫ മക്രൗറ. ചാമ്പൽ മലയണ്ണാൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? റട്ടൂഫ മക്രൗറ. ഓക്കെ,
അടുത്ത് വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതമാണ് നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതം. അപ്പോൾ നമ്മുടെ കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതവും നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്ട? നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ. 1984 നിലവിൽ വന്നു. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമമാണ് ജിയോകെലോൺ എലഗൻസ്. ചാമ്പൽ മലയണ്ണാൻ്റെ ശാസ്ത്രീയ നാമമാണ് റട്ടൂഫ മക്രൗറ. വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്നത് നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അടുത്ത് നമ്മുടെ കുറിഞ്ഞിമല ദേശീയോദ്യാനമാണ്. അപ്പോൾ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് നമ്മുടെ കുറിഞ്ഞിമല സാങ്ച്വറി. എവിടെയാണ്? ഇടുക്കിയിലാണ്. 2006 നിലവിൽ വന്നത്. അന്ന് തന്നെ എന്ത് ചെയ്തു? 2006 നമ്മുടെ പോസ്റ്റൽ വകുപ്പ് എന്ത് ചെയ്തു? കുറിഞ്ഞി ഒരു പിക്ചർ വെച്ചിട്ട് എന്ത് ചെയ്തു? പോസ്റ്റൽ സ്റ്റാമ്പും പുറത്തിറക്കി. ഓക്കെ. അപ്പോൾ ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് നമ്മുടെ കുറിഞ്ഞിമല ഉദ്യാനം എന്ന് പറയുന്നത്. ഇടുക്കിയിലാണ്. 2006 നിലവിൽ വന്നത്. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണെന്ത്? നീലക്കുറിഞ്ഞി എന്ന് പറയും. ഓക്കെ. അപ്പോൾ കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന ഒരു പ്രത്യേക സസ്യമാണ് നമ്മുടെ നീലക്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. എന്താണ്ടാ? സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നമ്മുടെ നീലക്കുറിഞ്ഞി. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ്? അത് നമ്മുടെ നീലക്കുറിഞ്ഞിയാണ്. കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു? 18 തരം കുറിഞ്ഞികൾ കേരളത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു? 18 ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് നമ്മുടെ കരിങ്കുറിഞ്ഞി. അപ്പോൾ എല്ലാ വർഷവും പൂക്കുന്ന ഒരിനം കുറിഞ്ഞി ഏതാണ്? നമ്മുടെ കരിങ്കുറിഞ്ഞിയാണ്. ഓക്കെ. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം പറഞ്ഞു. എപ്പോഴാണ്? 2006 എന്ത് ചെയ്തത്? നമ്മുടെ തപാൽ വകുപ്പ് അത് പുറത്തിറക്കിയത്. ഓക്കെയാണല്ലോ? ഓക്കെയാണ്. അപ്പോൾ നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് എപ്പോൾ പുറത്തിറക്കി? 2006 സ്റ്റാമ്പ് പുറത്തിറക്കി. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് നമ്മുടെ തെന്മലയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? തെന്മലയിലാണ് നടപ്പിലാക്കിയത്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർ സഫാരി പാർക്ക് എവിടെയാണ്ടാ? അതും നമ്മുടെ തെന്മലയിലാണ്. 2008. അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? തെന്മലയാണ്. ഓക്കെ. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സിമ്പിൾ കാര്യങ്ങളാണ്. കുറിഞ്ഞിമല ദേശീയോദ്യാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല ദേശീയോദ്യാനം. ഇടുക്കിയിലാണ് കുറിഞ്ഞിമലയുള്ളത്. 2006 വന്നത്. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന ഒരു പ്രത്യേക സസ്യം നമുക്കറിയാം, നീലക്കുറിഞ്ഞിയാണ്. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പവും നീലക്കുറിഞ്ഞിയാണ്. കേരളത്തിൽ 18ലധികം കുറിഞ്ഞികൾ കാണപ്പെടുന്നു. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ തപാൽ സ്റ്റാമ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നത് 2006 സമയത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ്? അതും തെന്മലയിലാണ്. 2008 വന്നത്. ഓക്കെ. അത് നമുക്ക് ആറളം വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം അതാണ് നമ്മുടെ ആറളം വന്യജീവി സങ്കേതം. കണ്ണൂരിലാണ് ആറളം വന്യജീവി സങ്കേതമുള്ളത്. 1984 ഇത് നിലവിൽ വന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്.
കണ്ണൂർ ജില്ലയിലാണ്. 1984 ഇത് നിലവിൽ വന്നത്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം ആണ്. നമ്മുടെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് എന്താണ്? ആറളമാണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന് അറിയപ്പെടുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. നമ്മുടെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. അപ്പോൾ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ടത് എവിടെയാണ്? നമ്മുടെ ആറളം വന്യജീവി സങ്കേതത്തിലാണ്. കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ കർണാടകയിലെ കൂർഗ് വനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ ആറളം വന്യജീവി സങ്കേതമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത, ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടനും നൽവരയൻ നീലിയും. അപ്പോൾ നമ്മുടെ ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ 2 ചിത്രശലഭങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സഹ്യാദ്രി തവിടനും നൽവരയൻ നീലിയും. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് നെൽവയൽ, കുളം, കാവ്, കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശധനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ ഗ്രീൻ റോയൽറ്റി പദ്ധതി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നെൽവയൽ, കുളം, കാവ്, കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്കായിട്ട് വാർഷിക അവകാശധനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി എന്താണ്? ഗ്രീൻ റോയൽറ്റി പദ്ധതിയാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പം പറഞ്ഞ എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ, ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആറളം വന്യജീവി സങ്കേതമാണ്. 1984 വന്നു. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ കൂടി ഏത് നദി ഒഴുകുന്നു? ചീങ്കണ്ണിപ്പുഴ ഒഴുകുന്നു. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് നമ്മുടെ ആറളം വന്യജീവി സങ്കേതം. കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് നമ്മുടെ ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ 2 ഉണ്ട്. മുമ്പ് കണ്ടെത്തിയതാണ്. എന്താണ്? സഹ്യാദ്രി തവിടനും നൽവരയൻ നീലിയും. ഇന്ത്യയിൽ ആദ്യമായിട്ട് നെൽവയൽ, കുളം, കാവ്, കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശ ധനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ റോയൽറ്റി പദ്ധതി. ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് കുറച്ച് വന്യജീവി സങ്കേതങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, തൃശ്ശൂർ, തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. അപ്പോൾ തൃശ്ശൂർ, തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതം ഏതാണ്? പീച്ചി വാഴാനി വന്യജീവി സങ്കേതമാണ്. ഓക്കെ. ചിമ്മിനി വന്യജീവി സങ്കേതം എവിടെയാണ്? അത് തൃശ്ശൂർ ജില്ലയിലാണ്, മുകുന്ദപുരം താലൂക്കിലാണ്. 1984 വന്നത്. അപ്പോൾ ചിമ്മിനി വന്യജീവി സങ്കേതം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലാണ്. 1984 നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത്, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട് ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട് എന്ത് ചെയ്യുന്നു? ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം പൈനാവാണ്. അപ്പോൾ ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പൈനാവാണ്. അടുത്ത്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. നമ്മൾ മുമ്പ് പറഞ്ഞാണ് 1983 വന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് നമ്മുടെ 1983 നിലവിൽ വന്ന പേപ്പാറ വന്യജീവി സങ്കേതം. ഓക്കെ. അടുത്ത്, പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതാണ്? അത് നമ്മുടെ കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ പോകുമ്പോൾ അതിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതാണ്? കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതമാണ്. ഏതാണ്? കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം. ഓക്കെ.
അടുത്ത് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ നമ്മളതിനെ മലബാർ വന്യജീവി സങ്കേതമെന്ന് വിളിക്കുന്നു. അപ്പോൾ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കക്കയം വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മലബാർ വന്യജീവി സങ്കേതം. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ കക്കയമാണ്. അപ്പോൾ മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന എവിടെയാണ്ട? കക്കയമാണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ തൃശ്ശൂർ തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചിവാഴാനി വന്യജീവി സങ്കേതം. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലാണ്. 1984. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട് ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ പൈനാവാണ്. പൈനാവ് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഓക്കെ. അടുത്ത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ പേപ്പാറ വന്യജീവി സങ്കേതമാണ്. 1983. അവിടെയാണ് നമ്മുടെ ഈ പൊടിയകാല എന്ന് പറയുന്ന നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ തൊട്ടപ്പുറത്താണ് പൊടിയകാല. ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ സ്ഥലമാണ്. നല്ല ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഓക്കെ. അടുത്ത് പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ നമ്മൾ മലബാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നു. അവിടെ എന്ത് കാണുന്നു? റീഡ് തവളകൾ കാണുന്നു. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന എവിടെയാണ്? അത് കക്കയമാണ്. മലബാറിൻ്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന എവിടെയാണ്? കക്കയമാണ്. ഓക്കെ ആണല്ലോ? അടുത്ത് നമുക്ക് നോക്കേണ്ടത് കമ്മ്യൂണിറ്റി റിസർവുകളാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളെടുത്ത് നോക്കേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് 2007 വന്ന കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. അപ്പോൾ നമ്മുടെ 2007 വന്ന കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ്. ഇന്ത്യയിൽ 2007 നിലവിൽ വന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ, കുറച്ച് റിസർവുകൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? കൊക്കേറെ ബെലൂർ എവിടെയാണ്? അത് കർണാടകയിലാണ്. കടലുണ്ടി വള്ളിക്കുന്ന് അത് കേരളത്തിലാണ്. കോശോപൂർ ചാമ്പ് അത് പഞ്ചാബിലാണ്. ലാൽവാൻ കമ്മ്യൂണിറ്റി റിസർവ് അതെവിടെയാണ്? അതും പഞ്ചാബിലാണ്. അപ്പോൾ 2007 നിലവിൽ വന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ കേരളത്തിൽ ഏത് വന്നു? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിൽ വന്നു. കർണാടകത്തിൽ കൊക്കേറെ ബേലൂർ കമ്മ്യൂണിറ്റി റിസർവ് കർണാടകത്തിൽ വന്നു. കോശോപൂർ ചാമ്പ് കമ്മ്യൂണിറ്റി റിസർവ് പഞ്ചാബിൽ വന്നു. ലാൽവാൻ കമ്മ്യൂണിറ്റി റിസർവ് എവിടെ വന്നു? അത് പഞ്ചാബിൽ വന്നു. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആന സംരക്ഷണ കേന്ദ്രങ്ങൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ. അപ്പോൾ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലാണ് നമ്മുടെ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. കേരളത്തിൽ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ. അപ്പോൾ കേരളത്തിലെ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ്? അത് കോട്ടൂരാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ 2 സ്ഥലങ്ങളുണ്ട്. പത്തനംതിട്ടയിലെ കോന്നിയും എറണാകുളം ജില്ലയിലെ കോടനാടും. അപ്പോൾ കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ 2 സ്ഥലങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിലുമുണ്ട്, എറണാകുളത്തുമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയും എറണാകുളം ജില്ലയിലെ കോടനാടും. ഇത് രണ്ടും നമ്മുടെ ആന പരിശീലന കേന്ദ്രങ്ങളാണ്. ഓക്കെ ആണല്ലോ? അടുത്ത് പ്രശസ്തമായ ആനക്കൂട് അല്ലെങ്കിൽ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കോന്നിയിലാണ്. അപ്പോൾ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോന്നിയിലാണ്. 1942 എനിക്കൊന്നും നമ്മുടെ അവിടെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ആനയുടെ മുഴുവനായിട്ടുള്ള ഒരു സ്കെലിട്ടൺ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയാണോ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് നിങ്ങളൊന്ന് അറിയാമെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അവിടെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ആനയുടെ ഫുൾ സ്കെലിട്ടൺ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രശസ്തമായ ആനക്കൂട് അല്ലെങ്കിൽ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കോന്നിയിലാണ്. 1942 അടുത്ത് കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മരം ഏത് മരമാണ്? കമ്പകമാണ്. അപ്പോൾ കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മരം ഏത് മരമാണ്? കമ്പകമാണ്. ഇതാണ് കമ്പകമാണ്. അടുത്ത് കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഐതിഹ്യമാലയാണ്.
അപ്പോൾ കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? ഐതിഹ്യമാലയാണ് കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി മ്യൂസിയം. ഓക്കെ. അപ്പോൾ ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ്? അത് നമ്മുടെ ഗവി മ്യൂസിയമാണ്. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വന്നത് എവിടെയാണ്? ചിന്നക്കനാലാണ്. നമ്മുടെ ആനയിറങ്ങൽ ചിന്നക്കനാൽ എവിടെയാണത്? മൂന്നാറിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വന്നത് എവിടെയാണ്? മൂന്നാറിലെ ആനയിറങ്ങൽ ചിന്നക്കനാലിലാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലാണ്. കേരളത്തിലെ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം അത് നിലവിൽ വരുന്നത് കോട്ടൂരാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ 2 ഉണ്ട്. പത്തനംതിട്ട ജില്ലയിലുമുണ്ട്, എറണാകുളം ജില്ലയിലുമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലും എറണാകുളം ജില്ലയിലെ കോടനാടും. അടുത്ത് പ്രശസ്തമായ ആനക്കൂട് അല്ലെങ്കിൽ ഗവി മ്യൂസിയം കോന്നിയിലാണ്. 1942 അത് നിലവിൽ വന്നത്. കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മരം ഏതാണ്? അത് കമ്പകമാണ്. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഐതിഹ്യമാല. ഐതിഹ്യമാല ആരെഴുതി? കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കൃതിയാണ്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി മ്യൂസിയം. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വന്നത് എവിടെയാണ്? നമ്മുടെ മൂന്നാറിലെ ആനയിറങ്ങൽ ചിന്നക്കനാൽ മേഖലയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ. അപ്പോൾ വയനാട് ആന സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? നമ്മുടെ വയനാടാണ്. നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? അത് മലപ്പുറമാണ്. ആനമുടി ആന സംരക്ഷണ കേന്ദ്രം അത് ഇടുക്കിയിലാണ്. അടുത്ത് പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം അതെവിടെയാണ്? അതും ഇടുക്കിയിലാണ്. അപ്പോൾ വയനാട് ആന സംരക്ഷണ കേന്ദ്രം വയനാടാണ്. നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം മലപ്പുറമാണ്. ആനമുടി ആന സംരക്ഷണ കേന്ദ്രം അത് ഇടുക്കിയിലാണ്. പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം അതെവിടെയാണ്? അത് ഇടുക്കിയിലാണ്. ഓക്കെ ആണല്ലോ. ഓക്കെയാണ്. അടുത്ത് നമ്മളെ പക്ഷി സങ്കേതങ്ങളാണ്. പക്ഷി സങ്കേതങ്ങൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് കുമരകം പക്ഷി സങ്കേതം. എവിടെയാണ് കുമരകം പക്ഷി സങ്കേതം? അത് കോട്ടയത്താണ്. ചൂളന്നൂർ പക്ഷി സങ്കേതം നമ്മുടെ മയിലുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. അതൊക്കെ അറിയാമല്ലോ. നമുക്ക് പോട്ടെ, നമുക്കത് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കങ്ങ് പോകും. നമുക്കത് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യാം? നമുക്കത് പഠിക്കാം. ഓക്കെ. കുമരകം പക്ഷി സങ്കേതം കോട്ടയത്താണ്. ചൂളന്നൂർ പക്ഷി സങ്കേതം പാലക്കാടാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മംഗളവനമൊക്കെ പറയുമ്പം അവിടുത്തെ കടവാവലുകളുടെ കാര്യം, അതേപോലെ തന്നെ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് ചെയ്യും? നമ്മൾ അങ്ങ് ആ ഒരു രീതിയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടുക. എല്ലാം നമുക്ക് വേണം എങ്കിലും എന്താണ്, നമുക്ക് കറക്റ്റായിട്ട് സിലബസ് തീർക്കണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? നമുക്ക് മോക്ക് ടെസ്റ്റുകൾ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ കുമരകം പക്ഷി സങ്കേതം കോട്ടയത്താണ്. ചൂളന്നൂർ പക്ഷി സങ്കേതം പാലക്കാടാണ്. മംഗളവനം പക്ഷി സങ്കേതം എവിടെയാണ്? എറണാകുളമാണ്. അടുത്ത് നമ്മുടെ കടലുണ്ടി പക്ഷി സങ്കേതം എവിടെയാണ്? അത് മലപ്പുറത്താണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരത്താണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളത്താണ്. ചിലർക്ക് തട്ടേക്കാട് ചാടിക്കയറി ചിലപ്പോൾ പാലക്കാടൊക്കെ വരും. തട്ടേക്കാട് എവിടെയാണ്? എറണാകുളത്താണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ചിലപ്പോൾ നമ്മുടെ ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമ്മുടെ ചേരുംപടി ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഇപ്പോൾ നല്ല കൂടുതലാണ്. നമ്മുടെ PSCയിൽ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കുമരകം പക്ഷി സങ്കേതം കോട്ടയത്ത്, ചൂളന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം, അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം, തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം. ഓക്കെ ആണല്ലോ. ഓക്കെയാണ്. അടുത്ത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് നമ്മുടെ എറണാകുളത്തുള്ള 1983 നിലവിൽ വന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? നമ്മുടെ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. എന്നാണ് വന്നത്? 1983 എവിടെ വന്നു? എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് വന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും ഏതാണ്? നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന
പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. അപ്പോൾ കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം ഏതാണ്? നമ്മുടെ തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. സലിം അലി പക്ഷിസങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. നമ്മുടെ അറിയാലോ, പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷിസങ്കേതം. എവിടെ സ്ഥിതി ചെയ്യുന്നു തട്ടേക്കാട്? തട്ടേക്കാട് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ സലീം അലി പക്ഷിസങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പക്ഷിപാതാളം വയനാടാണ്. അപ്പോൾ വയനാടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ ആണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് നമ്മുടെ വയനാടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അടുത്ത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. അത് നമ്മുടെ കുമരകം പക്ഷി സങ്കേതമാണ്, അല്ലെങ്കിൽ നമ്മുടെ വേമ്പനാട് പക്ഷി സങ്കേതം എന്ന് പറയും. എവിടെയാണത്? അത് കോട്ടയത്താണ്. അപ്പോൾ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. എവിടെയാണത്? കോട്ടയം ജില്ലയിലാണ് വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. അടുത്ത് കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചതാരാണ്? ജോർജ് ആൽഫ്രഡ് ബേക്കറാണ്. അപ്പോൾ കുമരകം പക്ഷി സങ്കേതം ആര് വികസിപ്പിച്ചു? നമ്മുടെ ജോർജ് ആൽഫ്രഡ് ബേക്കറാണ് വികസിപ്പിച്ചത്. അടുത്ത് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മലപ്പുറം ജില്ലയിലുള്ള കടലുണ്ടി പക്ഷി സങ്കേതം. അപ്പോൾ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്ട? നമ്മുടെ മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ പക്ഷി ഗ്രാമം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. കേരളത്തിലെ പക്ഷി ഗ്രാമം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മുടെ കുറച്ച് പക്ഷി സങ്കേതങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് തട്ടേക്കാടാണ്. എറണാകുളം ജില്ലയിലാണ്. 1983 തട്ടേക്കാട് നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. സലിം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതത്തെ നമ്മൾ വേമ്പനാട് പക്ഷി സങ്കേതം എന്നും പറയുന്നു. കുമരകം പക്ഷി സങ്കേതം വികസിപ്പിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കറാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലെ കടലുണ്ടി പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ഏത് പക്ഷി സങ്കേതമാണ്? ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ.